മനുഷ്യരും ചില ഓർമ്മകളൊക്കെ അങ്ങനെയാണെന്നേ. എത്ര മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും അത് ഇടയ്ക്കൊക്കെ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കും. അങ്ങനെ ഒരു ഓർമ്മയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതുകൊണ്ട് പിറന്നാളായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടീച്ചറും കുട്ടിയും കാണാണ്. പക്ഷേ അവളൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. മരണം കാത്തു നിൽക്കുന്ന അവളെ പിറന്നാൾ ദിനത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ കാണാൻ പോകുന്നത്. അപ്പം എന്ത് സമ്മാനമാണ് അവൾക്ക് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് കുറേ ദിവസം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നു. എനിക്കറിയില്ല, അങ്ങനെ ഒരു സമ്മാനം ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കണേ. അവസാനം തൃപ്രയാർ അമ്പലത്തിൽ അതിന് നടക്കിലെത്തിയിട്ട് ഒരു പൂജാകടയിൽ കയറി ഗുരുവായൂരപ്പൻ്റെ ഒരു മൺപ്രതിമ വാങ്ങി നെഞ്ചോട് ചേർത്തു. അവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സിലും കണ്ണിലൊക്കെ പെരുമഴയായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ എൻ്റെ മനസ്സങ്ങനെ കരയാതെ പിടിച്ചു നിർത്തി ഞാൻ ആ വേദിയിലേക്ക്, ആ പിറന്നാൾ വേദിയിലേക്ക് കയറി ചെല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കാണാണ് ഞങ്ങൾ. നട്ടെല്ലിനെ ബാധിച്ച ക്യാൻസർ അവളെ തളർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ നല്ല പോലെ അണിഞ്ഞൊരുങ്ങി ഒരു മണവാട്ടിയെ പോലെ എന്ത് രസമായിട്ടാണ്. നട്ടൽ കൊടും വേദനയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലും അവൾ നിന്നുകൊണ്ട് വരുന്നവരൊക്കെ സ്വീകരിച്ച് ചിരിച്ച് കിലുകിലെ വർത്താനൊക്കെ പറഞ്ഞ് അവളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും അമ്പരന്ന് പോയത് ഞാനായിരുന്നു. ഒരു പക്ഷേ അത് തൻ്റെ അവസാനത്തെ പിറന്നാളാണെന്ന് അവൾക്ക് അറിയാമായിരിക്കും. ആ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ എന്തൊരു തിളക്കായിരുന്നു എന്നറിയോ. പിന്നീട് അവശേഷിച്ച ദിനത്തിനാൽ എല്ലാം ഞങ്ങളിങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ പറയുകയാണ് എന്നോട്, ടീച്ചർ തന്ന ഗുരുവായൂരപ്പനോടാണ് ഇപ്പം എൻ്റെ വർത്താനമൊക്കെ. എൻ്റെ വഴക്കും പരിഭവവും പിണക്കവും മൂപ്പരങ്ങ് കേട്ടിരിക്കും. ഒരേ കിടപ്പ് വേദന സഹിച്ച് കിടക്കുമ്പോൾ മൂപ്പരെ നോക്കി ഞാൻ ദേഷ്യപ്പെടും, കുറേ ചീത്ത വിളിക്കും. അന്നേരം അങ്ങേരെ എന്നെ നോക്കി ചിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം. അവളങ്ങനെയൊക്കെ പറയെങ്കിലും വാക്കുകൾ മൂടപ്പെട്ട് അപ്പുറത്ത് ഫോണിൻ്റെ തലയ്ക്കൽ നിശബ്ദയായി എല്ലാം കേട്ടിരിക്കുന്ന ഞാനിങ്ങനെ ഒരു മരവിച്ച ശരീരമായി തീർന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവളില്ലാതായ 8-9 വർഷങ്ങൾ കടന്നു പോവുകയാണ്. എനിക്ക് ഓർക്കാതിരിക്കാനാവുന്നില്ല ഈ ദിവസങ്ങളിൽ അത്രയും. ഓർമ്മകൾ അങ്ങനെയാണ്, ഒരു വല്ലാത്തൊരു മരം പെയ്ത്താണത് അല്ലേ.